വെള്ളക്കെട്ടിലേക്ക് സ്കൂട്ടർ തള്ളിയിട്ട ഭാര്യയും 2 പിഞ്ചു കുരുന്നുകളെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 13 വർഷത്തിനു ശേഷമാണ് പിടിയിലായത്. ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എടുത്ത ഇൻഷുറൻസ് തുക ലക്ഷ്യമിട്ടായിരുന്നു പ്രതി ക്രൂരകൃത്യം ചെയ്തതെന്ന് അന്ന് പിടിയിലായപ്പോൾ തന്നെ കുറ്റസമ്മതം നടത്തി പോലീസിനെ പോലും ഞെട്ടിച്ചു. ഭാര്യ അറിയാതെ പ്രതി ഇവരുടെ സ്വർണം വിറ്റത് തിരിച്ചു ചോദിച്ചതും കൊല നടത്താൻ പ്രേരകമായിരുന്നു. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. ജൂലൈ 22 റംസാൻ മാസത്തിലെ ആ രാത്രി പെരുന്നാൾ വസ്ത്രങ്ങൾ വാങ്ങി കോഴിക്കോട്ട് നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മുഹമ്മദ് ഷരീഫും കുടുംബവും. വാവൂർ ചുങ്കത്തെ വീട്ടിലേക്കെത്താൻ അല്പദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പ്രതി ക്രൂരകൃത്യം നടത്തിയത്. വാവൂർ ആലുക്കൽ റോഡിലെ വിജനമായ പാടശേഖരത്തിനടുത്ത് സ്കൂട്ടർ നിർത്തി ഭാര്യയും മക്കളെയും സ്കൂട്ടറിനൊപ്പം വെള്ളക്കുഴിയിലേക്ക് തള്ളിയിട്ടു. നിമിഷങ്ങൾക്കകം സാബിറയുടെയും 2 പിഞ്ചുമക്കളുടെയും നിലവിളികൾ ആ മൺകുഴിയിലെ വെള്ളക്കെട്ടിൽ ആഴ്ന്നുപോയി. തൊട്ടടുത്തുള്ള അയൽക്കാരൻ ഗഫൂറിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഷരീഫ് തന്റെ സ്കൂട്ടർ ടയർ പഞ്ചറായി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞുവെന്നാണ് പറഞ്ഞത്. എന്നാൽ നനഞ്ഞൊട്ടി മരവിച്ച മകൾ നിതയുടെ മൃതദേഹം കയ്യിലെടുത്തുവന്ന ഷരീഫിന്റെ വസ്ത്രത്തിൽ ഒരിടത്ത് പോലും ചളിയോ ശരീരത്തിൽ പോർലേറ്റ പാടുകളോ ഉണ്ടായിരുന്നില്ല. പ്രധാന റോഡിൽ നിന്ന് 30 മീറ്റർ മാറി വെള്ളക്കെട്ടിനോട് ചേർന്ന വഴിയിലൂടെ ഷരീഫ് എന്തിന് യാത്ര ചെയ്തു എന്ന നാട്ടുകാരുടെ ചോദ്യത്തിനു മുന്നിൽ അയാൾ പതറി. മണൽവാരൽ തൊഴിലാളിയായ ഷരീഫ് ഒപ്പമുണ്ടായിരുന്ന ഭാര്യയെയും മക്കളെയും രക്ഷിക്കാൻ ശ്രമിക്കാതെ 1 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് പോകാതെ ഗഫൂറിന്റെ വീട്ടിലേക്ക് വന്നതിലും പോലീസ് തുടക്കത്തിലെ ദുരൂഹത സംശയിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ പോലും ഞെട്ടി. അതൊരു യാദൃശ്ചിക അപകടമായിരുന്നില്ല, മാസങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങിനൊടുവിൽ നടത്തിയതായിരുന്നു. കൊലപാതകത്തിന് 2 മാസം മുൻപ് ഭാര്യ സാബിറയുടെ പേരിൽ ഷരീഫ് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. അപകട മരണമാണെങ്കിൽ തുക ഇരട്ടി ലഭിക്കുമെന്ന് കണക്കുകൂട്ടിയതിനൊപ്പം മറ്റൊരു വിവാഹം കഴിക്കാനായി വധുവിനെ തേടി വളാഞ്ചേരിയിലെ വിവാഹ ബ്യൂറോയിൽ ഷരീഫ് പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വിവാഹ സമയത്ത് നൽകിയ 75 പവനിൽ 50 പവനും ഭാര്യ അറിയാതെ ഷരീഫ് വിറ്റിരുന്നു. ഇത് തിരിച്ചെടുക്കാൻ സാബിറ നിർബന്ധിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിനിടെ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി മരിച്ചതായി പോലും അഭ്യൂഹങ്ങളുണ്ടായി. വർഷങ്ങൾ കടന്നുപോയിട്ടും നീതി ലഭിക്കാതായതോടെ സാബിറയുടെ പിതാവ് ഒളവട്ടൂർ മായക്കര തടത്തിൽ മുഹമ്മദ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ വഴിത്തിരിവായത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.